ഹലോ എവരിവൺ, വെൽക്കം ടു ഓട്ടോടോക്സ്. അങ്ങനെ IPLൻ്റെ ലേലത്തെ പറ്റിയുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ 5 ടീമുകളുടെ കേസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് റിമൈനിങ് ആയിട്ട് 5 ടീമുകളുടെ കാര്യമാണ്. ഈ ഒരു ഓപ്ഷൻ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഈ സ്കൗട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഓരോ ടീമിൻ്റെയും അവർ നല്ല രീതിക്ക് തന്നെ പണിയെടുത്തിട്ടുണ്ട്. കൂടുതൽ ടീമുകൾ ഇത്തരത്തിലുള്ള അൺക്യാപ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിലാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ളത്. ഓവർസീസ് പ്ലേയേഴ്സിനായാലും അധികം വില കൊടുത്ത് മേടിക്കാനായിട്ട് പലരും അങ്ങനെ താല്പര്യപ്പെടുന്നില്ല. അതിൽ തന്നെ ഈ പതിനാണയും ലിവിങ്സ്റ്റണൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൂടുതലും ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് അൺക്യാപ്ഡ് പ്ലേയേഴ്സിൽ തന്നെയാണ്. എസ്പെഷ്യലി ഇപ്പോൾ ചെന്നൈ ആയാലും അതുപോലെ തന്നെ ഇപ്പോൾ ഡൽഹിയുടെ കേസ് എടുക്കാം. അപ്പോൾ ഇന്നലത്തെ ഓപ്ഷനിൽ അത്യാവശ്യം നല്ല രീതിക്ക് പ്ലേയേഴ്സിനെ മേടിച്ചൊരു ടീമാണ് ഡൽഹി എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം വിചാരിച്ച അത്ര പെർഫോമൻസ് ചെയ്യാനായിട്ട് ഡൽഹി പറ്റിയില്ല. ഓപ്പണിങ്ങിലെ ഒരു പ്രശ്നം തന്നെയായിരുന്നു മെയിനായിട്ട് ഡൽഹി അലറ്റിയിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം ഫ്രേസർ ഫോം ഔട്ടായിരുന്നു, പിന്നീട് ഡൂപ്ലസിയാണ് വന്നത്. ഡൂപ്ലസിയും കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഈ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ഫസ്റ്റ്ലി അവർ എടുത്ത് പറയേണ്ടത് അക്യൂബ് നബീനെ ടീമിലോട്ട് എത്തിച്ചതാണ്. കിടിലം ബോളറാണ്, ഡൊമസ്റ്റിക്കിലൊക്കെ കിണ്ണ സ്റ്റാറ്റ്സുള്ള ഒരു ബോളറാണ് അക്യൂബ് നബീനെ. നല്ല രീതിക്ക് ലേലം വിളി വന്നായിരുന്നു. 8.40 CR ഡൽഹി അക്യൂബ് നബീനെ ടീമിലോട്ട് എത്തിച്ചേക്കുന്നത്. സ്റ്റാർക്കിന് ഒപ്പം ബോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഇന്ത്യൻ പേസറായിട്ട് മിക്കവാറും അക്യൂബ് നബി തന്നെയായിരിക്കും ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാവാൻ ചാൻസ്. ഒപ്പം മുകേഷ് കുമാറും നടരാജനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു പിക്കായിരുന്നു അക്യൂബ് നബിയുടെ. പിന്നീട് 10 സംഘ ഈ വർഷം ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കൺസിസ്റ്റൻസിയിൽ ബാറ്റ് ചെയ്യുന്നൊരു ശ്രീലങ്കൻ ബാറ്ററാണ് 10 സംഘ എന്ന് പറയുന്നത്. ഒരു ഓപ്പണിംഗ് ബാറ്റർ കൂടെയാണ്. തീർച്ചയായിട്ടും ഓപ്പണിങ്ങിൽ ആ ഒരു പ്രശ്നം തീർക്കാനായിട്ട് ഒരു പരിധി വരെ ഡൽഹിയെ സഹായിക്കും. ഇപ്പോൾ 10 സംഘയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ സനത് ജയസൂര്യയ്ക്ക് ശേഷം ഒരു ശ്രീലങ്കൻ ഓപ്പണർ IPL ഇത്തരത്തിലുള്ളൊരു തോക്കി പോയിട്ടുണ്ടോ സംശയമാണ്. അല്ലെങ്കിൽ ഒരു ഓപ്പണറെ ടീമുകൾ വിളിച്ചെടുത്തിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. ഇപ്പോൾ സനത് ജയസൂര്യ അല്ലെങ്കിൽ ദിൽഷൻ ആ ഒരു എറയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് വന്നിട്ടുള്ളതിന് നല്ല രീതിയിൽ കൺസിസ്റ്റൻസി പുലർത്തുന്ന ഒരു ശ്രീലങ്കൻ പ്ലെയറാണ്, ഒരു ബാറ്ററാണ് 10 സംഘ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് ബെൻഡക്കറ്റും വരുന്നുണ്ട്. ബെൻഡക്കറ്റ് ഒരു ഓപ്പണറാണ്, അദ്ദേഹത്തെയും അവർ ടീമിലോട്ട് എത്തിച്ചിട്ടുണ്ട്. പിന്നെ ബോളിംഗ് സൈഡിൽ നോക്കുമ്പോൾ ഒരു ഫോറിൻ ബോളറായിട്ട് ലുങ്കി എങ്കിടി അത്യാവശ്യം നല്ല രീതിയിൽ കൺസിസ്റ്റൻസിയിൽ തന്നെ എറിയുന്ന ഒരു ബോളറാണ് ലുങ്കി എങ്കിടീനും ടീമിലോട്ട് എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഹിറ്ററായിട്ട് അല്ലെങ്കിൽ ഒരു ഫിനിഷർ റോളിലോട്ട് കഴിഞ്ഞ വർഷം ടീമിന് കുറച്ചെങ്കിലും ഇപ്പോൾ സ്റ്റബ്സിനൊക്കെ ഒരു കമ്പൈൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് എന്ന രീതിയിലൊക്കെ ഡേവിഡ് മില്ലറിനെ ടീമിലോട്ട് എത്തിച്ചിട്ടുണ്ട്. ബേസ് പ്രൈസിനാണ് കിട്ടിയത്. അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ വിളി ഉണ്ടായിരുന്നു ടോട്ടലി ഡൽഹിയുടെ ഭാഗത്തുണ്ടായിരുന്നത്. അവസാനത്തെ ഒരു ഓപ്ഷൻ റൗണ്ടിൽ പൃഥ്വി ഷാനെയും ബേസ് പ്രൈസിന് ടീമിലോട്ട് എത്തിച്ചിട്ടുണ്ട്. പൃഥ്വി ഷാ ഓൾറെഡി കളിച്ച് തുടങ്ങിയത് ഡൽഹിയിലാണല്ലോ. അപ്പം തന്നെ കൈൽ ജെയിംസൺ വേറൊരു ബേസ് ബോളർ എത്തിച്ചിട്ടുണ്ട്. അത്യാവശ്യം സെറ്റായിട്ടുള്ളൊരു ടീമായിട്ട് മാറിയിട്ടുണ്ട്. സ്റ്റിൽ മിഡിൽ ഓർഡറിൽ ഇപ്പോൾ KL രാഹുൽ, അക്സർ പട്ടേലിന് അത് കഴിഞ്ഞ സ്റ്റബ്സാണ് പിന്നീട് വരുന്നത്. അപ്പോൾ സ്റ്റബ്സ്, വിപ്രാജ് ആ ഒരു അല്ലെങ്കിൽ അശുതോഷ് ആ ഒരു ശ്രേണിയിലോട്ട് മറ്റൊരു സെറ്റായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ആങ്കർ ചെയ്ത് കളിക്കാവുന്ന ഒരു ബാറ്റർ കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ടീമായിട്ട് ഡൽഹി മാറിയാനെ. എന്നാൽ പോലും പേപ്പറിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടീമിനെ തന്നെ ഡൽഹി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഓപ്ഷനിൽ വലിയ പ്രതീക്ഷകളോടെ വന്നിട്ടുള്ളൊരു ടീമായിരുന്നു രാജസ്ഥാൻ റോയൽസ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് പ്ലേയേഴ്സിനെ ഓൾറെഡി ഒരു വിട്ട് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് പ്ലേയേഴ്സിനെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള സ്ക്വാഡിൽ ഇപ്പോൾ ഓപ്പണിങ്ങിൽ വലിയ പ്രശ്നമില്ല, അല്ലെങ്കിൽ ബാറ്റിങ്ങിലോട്ട് ടോപ്പ് ഓർഡറിൽ അങ്ങനെ വലിയ പ്രശ്നം വരുന്നില്ലെങ്കിൽ പോലും ഫിനിഷിംഗ് റോഡിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ കൊല്ലം ജുറലും ഹെറ്റ്മേറും കൂടിയിട്ട് ഭയങ്കര മോശം പെർഫോമൻസ് ആയിരുന്നു കുറേ കളികളിൽ. ഒപ്പം തന്നെ ശുഭം ദൂബെ പുള്ളിക്ക് കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷനിൽ ഒരു ഫിനിഷിംഗ് റോഡിലൊരു പ്ലെയർ എടുക്കും, അല്ലെങ്കിൽ ആ ഒരു ലോവർ ഓർഡറിൽ നല്ലൊരു ഹിറ്റർ എടുക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ആരെയും വിളി കണ്ടില്ല. പക്ഷേ നല്ലൊരു സ്പിന്നറെ ടീം സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. രാജസ്ഥാൻ്റെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലെയർ രവി ബിഷ്ണോയ് തന്നെയായിരുന്നു, ഇന്ത്യൻ സ്പിന്നർ. രവി ബിഷ്ണോയ്ക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ തുക അവർ ചിലവഴിച്ചത്. നമുക്കറിയാം അവർ ഓൾറെഡി ഫൈനലിലെത്തിയ സീസൺ ഉണ്ടായിരുന്നു. 2 വർഷം മുന്നേ അവർ ഫൈനലിലെത്തിയ സീസണിൽ അവർക്ക് വേണ്ടി ഒരു കീ പാർട്ട്ണർഷിപ്പ് വന്നത് അവരുടെ ബോളിങ്ങിന് മിഡിലോടുള്ള അശ്വിനും അതുപോലെ തന്നെ ചഹലും കൂടിയിട്ടായിരുന്നു. അതായത് ഒരു ഫിംഗർ സ്പിന്നറും ഒരു സ്പിന്നറും കൂടിയിട്ട്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ പിന്നെ ട്രൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കോമ്പിനേഷൻ ട്രൈ ചെയ്യാനായിട്ടായിരിക്കും ഒരു പക്ഷേ രവി ബിഷ്ണോയ് പോലൊരു റിസ്റ്റ് സ്പിന്നറേയും രവീന്ദ്ര ജഡേജ ഓൾറെഡി ടീമിനുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ടീം ഇത്തവണ അങ്ങനെ വെൽ ബാലൻസ്ഡ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ബോളിങ്ങിൽ ഇപ്പോൾ ബർഗറാണുള്ളത്, ഫാസ്റ്റ് ബോളറായിട്ട് ബർഗറാണുള്ളത്. അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ ബോളർ സന്ദീപ് ശർമ്മയുണ്ട്. പിന്നെ ഓപ്ഷനിൽ അവർ മറ്റൊരു ഫാസ്റ്റ് ബോളർ എടുത്തേക്കുന്ന ആദം മിൽനെയാണ്. ആദം മിൽനെ കുറച്ചധികം നാളായി, അല്പം വലിയ ഫോമിലൊന്നുമല്ല. പിന്നെ മലയാളി താരം വിഘ്നേഷ് പുത്തൂരിനെ ടീമിലോട്ട് എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഓപ്ഷൻ ലൈവ് കണ്ടവർക്കറിയാം, ആ ഒരു സമയത്ത് പുള്ളി അൺസോൾഡ് ആകാൻ പോകുന്നൊരു സമയത്ത് ഓഡിയൻസൊക്കെ ബഹളം ഉണ്ടാക്കി ഓപ്ഷൻ കുറച്ച് ഡിലേ ആക്കിയതുകൊണ്ട് രാജസ്ഥാൻ വിഘ്നേഷ് പുത്തൂരിനെ ടീമിലോട്ട് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും രവി ബിഷ്ണോയുടെ ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് വിഘ്നേഷ് പുത്തൂർ തീർച്ചയായിട്ടും ടീമിനോടൊപ്പം ഉണ്ടാവും എന്നുള്ളത് ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും ഏതെങ്കിലും ടീം എടുക്കേണ്ട ഒരു പ്ലെയർ തന്നെയാണ്. കഴിഞ്ഞ വർഷം ഫസ്റ്റ് മാച്ചിൽ തന്നെ അമ്മാതിരി പെർഫോമൻസ് കാഴ്ച പ്ലെയറാണ് വിഘ്നേഷ് പുത്തൂർ. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ കേസ് എടുക്കുമ്പോൾ അവർക്ക് ആവശ്യമുണ്ടായിരുന്ന ഒരു സ്പിന്നറേയും അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ പേസ് ബോളറെയാണ്. ഇത് രണ്ടിലും കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ ലിയാം ലിവിങ്സ്റ്റണിന് 13 CR അവർ ടീമിലോട്ട് എത്തിച്ചേക്കുന്നത്. കാർത്തിക് ശർമ്മയുടെ ഒക്കെ ഒരു ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സൺറൈസേഴ്സ് ഹൈദരാബാദാണ് ആ തുക എത്രത്തോളം 14.2 എന്നുള്ള ആ ഒരു ഇതിലോട്ട് എത്തിച്ച് ചെന്നൈയുടെ ഒപ്പം വിളിച്ചിട്ട്. പക്ഷേ ലിയാം ലിവിങ്സ്റ്റണിന് വേണ്ടിയിട്ട് 13 കോടി മുടക്കുന്നതിൻ്റെ വല്ല ആരും ഉണ്ടായിരുന്നു. ഓൾറെഡി നമുക്ക് അവരുടെ ടീം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹെഡും കമിൻസും അതുപോലെ തന്നെ ക്ലാസനും ടീമിൽ എന്തായാലും ഉണ്ടാവും. ഓൾറെഡി 3 പ്ലേയേഴ്സായി. ഇതിനോടൊപ്പം തന്നെ ഈഷൻ മലിംഗ അല്ലെങ്കിൽ കമിന്ദു മെൻഡിസ്, ഈ 2 പ്ലേയേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലെയർ ഇൻക്ലൂഡ് ചെയ്യിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ ഒരാൾ എടുത്ത് കളഞ്ഞിട്ട് ലിവിങ്സ്റ്റണെ വെക്കുന്നത് തീർച്ചയായിട്ടും ഓൾറെഡി ബാറ്റിംഗ് ലൈനപ്പോൾ അവർ ഓൾറെഡി സെറ്റാണ്.
അവിടോട്ട് ലിവിങ്സ്റ്റൺ വരേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ ലിവിങ്സ്റ്റൺ വേണ്ടി 13 കോടി മുടക്കി ലിവിങ്സ്റ്റൺ ആ ടീമിലോട്ട് ലിവിങ്സ്റ്റൺ ഫസ്റ്റ് 11 തന്നെ കാണുമെന്ന് ഉറപ്പില്ലാത്തൊരു സാഹചര്യത്തിൽ, അതും ഒരു ഇന്ത്യൻ പേസ് ബോളർ, ഓൾറെഡി അവരിൽ ഹർഷദ് പട്ടേലും അതുപോലെ തന്നെ ഉന്നർക്കടൊക്കെയാണ് ഇന്ത്യൻ പേസ് ബോളേഴ്സായിട്ടുള്ളത്. അതുപോലെ തന്നെ കമിൻസ്, അതുപോലെ ഈഷൻ മലിംഗ് കഴിഞ്ഞൊരു ഫോറിൻ പേസ് ബോളർ, നല്ലൊരു പേസ് ബോളർ അവർക്കില്ല. അപ്പോൾ അല്ലെങ്കിൽ ഒരു സ്പിന്നർ, നല്ലൊരു സ്പിന്നറില്ല, ഒരു ക്വാളിറ്റി സ്പിന്നർ ഇല്ലാത്തതിൻ്റെ പ്രശ്നം കഴിഞ്ഞ വർഷം സൺറൈസേഴ്സിനുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടറായിട്ടുള്ള ലിവിങ്സ്റ്റണിന് വേണ്ടിയിട്ട് കൂടുതൽ ട്രൈ ചെയ്ത ഒരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എന്തായാലും സൺറൈസേഴ്സിൻ്റെ അത്ര സെറ്റ് സ്ക്വാഡായിട്ട് തോന്നുന്നില്ല. ഈ വർഷവും പ്ലേ ഓഫ് കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഡൗട്ട്ഫുള്ളാണ്. ഇനിയിപ്പോൾ കളിയിലോട്ട് വരുമ്പോൾ ഒക്കെ കൂടി മാറി മറിഞ്ഞ് ഇനി ഒരു പ്ലേ ഓഫ് കളിച്ച് കഴിഞ്ഞാൽ എന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഓൾറെഡി പ്രഡിക്ഷൻസ് ആണ് ഇതൊക്കെ. അടുത്തതായിട്ട് നമ്മുടെ പ്രിൻസിൻ്റെ ടീമാണ്, ഗുജറാത്താണ്. ഓൾറെഡി പ്രിൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ടോപ്പ് ഓർഡറിൽ വലിയ പ്രശ്നങ്ങളില്ല. ബട്ട്ലറും അതുപോലെ തന്നെ സായ് സുദർശനും ശുഭ്മാൻ ഗില്ലും ചേരുമ്പോൾ തന്നെ ടോപ്പ് ഓർഡർ അത്യാവശ്യം സെറ്റാണ്. കഴിഞ്ഞ വർഷം മെയിൻ പ്രശ്നം ഉണ്ടായതെന്ന് പറയുമ്പോൾ ഈ ടോപ്പ് ഓർഡർ ഒന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ ടീം മൊത്തത്തിൽ വീഴുന്നൊരവസ്ഥയായിരുന്നു. ഷാറൂഖ് ഖാനും തെവാത്തിയും റുദർഫോർഡും ആണ് പിന്നീട് അങ്ങോട്ട് വരുന്നത്. 1-2 കളി വാഷിംഗ്ടൺ സുന്ദറും കളിച്ചു. അപ്പോൾ മിഡിൽ ഓർഡറിൽ കളിക്കാനായിട്ട് കൊള്ളാവുന്ന പ്ലേയേഴ്സ് ഇല്ലാത്തത് ഒരു പ്രശ്നമായിരുന്നു നമ്മുടെ ഗുജറാത്തിന്. ഈ സീസണും അതിന് വലിയ മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ജെയ്സൺ ഹോൾഡറിനെയാണ് അവർ ടീമിലോട്ട് എടുത്തത്. റുദർഫോർഡിന് പകരമായിട്ട് മിക്കവാറും പ്ലേയിങ് ലൈനിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ജെയ്സൺ ഹോൾഡർ അത്ര നല്ലൊരു പിക്കാണെന്ന് ചോദിച്ചാൽ പേഴ്സണലി അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാലും സ്പിന്നേഴ്സും പേസർമാരൊക്കെ ആവശ്യത്തിന് ടീമിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ബാറ്റ്സ്മാൻ എടുക്കാനായിരിക്കും കൂടുതൽ ചാൻസ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിന് വിപരീതമായിട്ട് ബോളിംഗ് ഓൾറൗണ്ടർ ടീമിലോട്ട് എത്തിച്ചേക്കുന്നത്. എന്തായാലും അത് നല്ലതാവും മോശമാവും എന്നൊക്കെ ഇനിയിപ്പോൾ കളി തുടങ്ങിയാൽ അറിയാൻ പറ്റുള്ളൂ. പേഴ്സണലി അത്ര നല്ലൊരു ഓപ്ഷൻ വിലയായിട്ട് തോന്നിയില്ല ഗുജറാത്തിൻ്റെ. അടുത്തായിട്ട് ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ കേസാണ്. ലക്നൗവിൻ്റെ കേസ് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം കളി കണ്ടവർക്കൊക്കെ അറിയാം, ബാറ്റിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ഓപ്പണിംഗിൽ മിച്ചൽ മാർഷ്, അതുപോലെ തന്നെ മാർക്കണം, പിന്നീട് വരുന്ന നിക്കോളാസ് പൂർണ്ണായാലും, പിന്നെ ഋഷഭ് പന്ത് ഭയങ്കര ഫോമോട്ടായിരുന്നു. ലാസ്റ്റത്തെ ഒരു മത്സരത്തിലാണ് അദ്ദേഹം സെഞ്ചുറി അടിച്ചത്. ആ മത്സരം തോറ്റുപോയി. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ ബോളിംഗ് സൈഡ് വൻ വീക്കായിരുന്നു. ഓൾറെഡി മാങ്കി അതിന് പരിക്കാണ്, മോഹസിൻ ഖാന് പരിക്കാണ്. ആവേശ് ഖാൻ മാത്രമേ ഉള്ളൂ ഈ കൊള്ളാവുന്ന ഇന്ത്യൻ ബോളറായിട്ട് ടീമിൽ. അതുപോലെ തന്നെ ഫോറിൻ ബോളേഴ്സും ഇപ്പോൾ റൂർക്കിയൊക്കെയാണ് കളിച്ചത്, ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു പല കളികളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബോളിംഗ് സൈഡ് ഭയങ്കര വീക്കായിട്ടെന്ന് പറയാം. അപ്പോൾ ഈ വർഷം ഇപ്പോൾ ഷമീനെയാണ് ട്രേഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഷമിയുടെ ഒരു IPL സ്റ്റാറ്റ്സ് റീസെൻ്റ്ലി വൻ മോശമാണ്. കഴിഞ്ഞ വർഷം SRHലൊക്കെ നല്ല രീതിക്ക് അടിമേടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ബോളറെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ഇതിന് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഓൾറെഡി ഒരു സ്പിന്നറിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഹസരംഗനെ എടുത്തിട്ടുണ്ടായിരുന്നു ടീമിൽ. ഹസരംഗ ടീമിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ ഒരു ഫോളിംഗ് ബോളറായിട്ട് നോർക്കിയനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓണർ ഗോയങ്ക ഈ ഓപ്ഷൻ്റെ ഇടയിൽ പറഞ്ഞത് അവർ വിചാരിച്ച പ്ലേസിനെ കിട്ടിയിട്ടുണ്ട്, ഭയങ്കര ഹാപ്പിയാണെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ജോഷ് ഇംഗ്ലീഷിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പിക്കായിട്ട് തോന്നി. കാരണം ഈ ഒരു സീസണിൽ 6 മത്സരത്തിൽ ഉണ്ടാവുള്ളെങ്കിൽ പോലും അടുത്ത സീസണിൽ അദ്ദേഹം തീർച്ചയായും ടീമിൻ്റെ ഒപ്പം ഉണ്ടാവും. ജോഷ് ഇംഗ്ലീഷ് നല്ലൊരു പിക്ക് തന്നെയായിരുന്നു. നല്ലൊരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ് ജോഷ് ഇംഗ്ലീഷ്. അപ്പോൾ അദ്ദേഹത്തെ പോലത്തെ ഒരു പ്ലെയർ ടീമിലുള്ള എപ്പോഴും ടീമിനൊരു അസറ്റാണ്. ഏതൊരു ടൈമിലും ഏത് സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് ഇറക്കി വിടാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ബോളിംഗ് സൈഡ് നോക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊരു മെച്ചമായിട്ട് തോന്നുന്നില്ല LSGയുടെ ഈ സീസണും. ഇപ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളർ ഈ സീസണില്ല. അപ്പോൾ ഇന്ത്യൻ ബോളേഴ്സ് തിരിച്ചു വരുന്നുണ്ട്. മാങ്കി യാദവും അതുപോലെ മോഹസിൻ ഖാൻ, ആവേശ് ഖാൻ. ഈ ഒരു ട്രയോ അത്യാവശ്യം കുഴപ്പമില്ല. എങ്കിൽ പോലും ഒരു നല്ലൊരു ഫോറിൻ ബോളർ ഇല്ലാത്തത് ടീമിന് പ്രശ്നം തന്നെയായിരിക്കും. എന്തായാലും നോക്കാം എങ്ങനെയാണ് ടീമുകളൊക്കെ പെർഫോം ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി സ്ക്വാഡ് മാത്രമേ സെറ്റായിട്ടുള്ളൂ. സ്ക്വാഡ് വെച്ചിട്ട് ഒരിക്കലും നമുക്കൊരു ടീമിനെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഫസ്റ്റ് കിട്ടുന്ന സ്ക്വാഡുള്ള ടീം മോശമൊക്കെ കളിച്ചൊക്കെ വരാം. അപ്പോൾ എന്തായാലും നമ്മുടെ സ്ക്വാഡ് അനാലിസിസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓപ്ഷൻ അനാലിസിസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സ്ക്വാഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക. നിങ്ങൾ മോശമാണെന്ന് തോന്നുന്നു മോശമെന്ന് പറയുക. നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലിടുക. നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു.